പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർണ്ണതയാണ് യേശുവിലൂടെ വെളിപ്പെടുന്നത്. രക്ഷാകര ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചെല്ലണം. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. നമ്മൾ ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു ചിത്രം കാണുന്നുണ്ട്. എല്ലാം സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യൻ ചോദിച്ചിട്ടല്ല അവന് താമസിക്കാൻ ഇടം കൊടുത്തത്. മനുഷ്യൻ ചോദിച്ചിട്ടല്ല അവന് ഭക്ഷണം കൊടുത്തത്. എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. വചനം പറയുന്നു, ദൈവം മനുഷ്യനെ ഏദനിൽ ആക്കി. ഏദൻ തോട്ടം. ഏദൻ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം സന്തോഷമുള്ള സ്ഥലമെന്നാണ്. ദൈവം നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള സ്ഥലത്താണ്. എന്നാൽ പിശാച് എന്താ ചെയ്തത്? പിശാച് ഒരു ചോദ്യം ചോദിച്ചു. ദൈവം എന്തെങ്കിലും വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഭക്ഷിക്കുക. അനുസരണക്കേടിലൂടെയാണ് പാപം വന്നത്. എങ്കിൽ എവിടെയാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്? അബ്രാഹത്തെ ദൈവം വിളിക്കുന്നു. അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടി ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രം. അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അബ്രാഹത്തോട് പറഞ്ഞു, മകനെ മോറിയായിൽ ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, രക്ഷാകര ചരിത്രം എന്ന് പറഞ്ഞാൽ അനുസരണത്തിൻ്റെ ചരിത്രമാണ്. രക്ഷാകര ചരിത്രം സമം അനുസരണത്തിൻ്റെ ചരിത്രമാണ്. എവിടെയെല്ലാം അനുസരിക്കുന്നവരുണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് രക്ഷാകര ചരിത്രത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ഒരു കാര്യം ഓർക്കുക, അനുസരണത്തിൻ്റെ കീഴിലാണ് രക്ഷ ദൈവം വച്ചിരിക്കുന്നത്. ഇന്ന് കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, സഭയിൽ എവിടെയെല്ലാം പ്രശ്നമുണ്ടോ അവിടെയെല്ലാം അനുസരണത്തിൽ വീഴ്ചയുണ്ട്. ഞാൻ ദൈവത്തെ അനുസരിക്കുക. നമ്മൾ എസെക്കിയേൽ 10-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണും. അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇതാണ്. ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയം വിട്ടുപോകുന്നു. ദൈവമഹത്വം ജെറുസലേം ദേവാലയം വിട്ടുപോകുന്നു. എസെക്കിയേൽ 10-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടിതാണ്, കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിടുന്നു. 10-ാം അധ്യായത്തിന് തലക്കെട്ട് തന്നെ അതാണ്, കർത്താവിൻ്റെ മഹത്വം ദേവാലയം വിട്ടുപോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എസെക്കിയേൽ 11:12 പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നിങ്ങൾ
എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല, എൻ്റെ നിയമങ്ങൾ അനുസരിച്ചില്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ നിയമങ്ങളാണ് നിങ്ങൾ അനുസരിച്ചത്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഇന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്, ഇന്ന് സഭയിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: അനുസരണക്കേട് ഉണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. വായിക്കാൻ എളുപ്പമുള്ളതാണ്. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ലൂക്ക 1 വായിക്കുന്ന ഒരു വായനയാണ്. അങ്ങനെ നമ്മൾ വായിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം പറഞ്ഞത് അനുസരിച്ച ഒരപ്പനും അമ്മയും അവിടെയുണ്ട്. ദൈവം പറഞ്ഞത് അനുസരിച്ച ഒരു ദാമ്പത്യ ജീവിതം അവിടെയുണ്ട്. ദൈവം പറഞ്ഞത് ചോദ്യമില്ലാതെ അനുസരിച്ച ഒരു മനുഷ്യനവിടെയുണ്ട്. അവിടെയാണ് കുറച്ചുകൂടി മിഴിവ്. അങ്ങനെ പറയാമോ, പറയുന്നത് തെറ്റാണോ എന്നെനിക്കറിയില്ല. മറിയത്തിന് ചോദ്യം ചോദിക്കാനെങ്കിലും ദൈവം ഒരവസരം കൊടുക്കുന്നുണ്ട്. മറിയത്തോട് ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിക്കും വിവാഹത്തിന് മുമ്പ്. മറിയം ഉടനെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഈ ചോദ്യം മറിയം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചോദ്യവുമില്ലാതെ അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോലും അവസരം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ചോദ്യം പോലും ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളുടെ പേര് അത് ജോസഫ് മാത്രമാണ്. മറിയം പോലും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചോദ്യം പോലും ഇല്ല. ബ്ലൈൻഡ് ഒബീഡിയൻസ്. ഒരു ചോദ്യം പോലും ഇല്ല. എന്നാൽ ചോദിക്കാൻ ധാർമ്മികതയുണ്ടായിരുന്നവൻ, ഇനി ഇവൻ വേർക്കേണ്ടത് അവക്ക് വേണ്ടിയാണ്, ഇനി അവൻ ഓടേണ്ടത് അവക്ക് വേണ്ടിയാണ്, അവന് ചോദിക്കാൻ എല്ലാ ധാർമ്മികതയും ഉണ്ട്. എന്നാൽ ഒരു വാക്ക് പോലും ചോദിക്കാതെ അനുസരിക്കുന്ന ആധ്യാത്മികതയുടെ പേരാണ് ജോസഫ്. നമ്മളൊക്കെ കുറച്ചുകൂടിയൊക്കെ മിഴിപൂട്ടണം. വൈദികരാണെങ്കിലും കുടുംബനാഥന്മാരാണെങ്കിലും മെത്രാനാണെങ്കിലും നമ്മൾ മിഴിപൂട്ടണം. ഈ ജീവിതത്തിന് മുമ്പിൽ നമുക്കിത് അനുസരിക്കാനാണ് ബുദ്ധിമുട്ട്. അവിടെ ഇനി ഓടേണ്ടത് മുഴുവനും ഇയാളാണ്. ഇനി രക്തം വിയർപ്പാക്കി മരപ്പണി ചെയ്യേണ്ടത്, അവളെ പോറ്റാൻ മരപ്പണി ചെയ്യേണ്ടത് ഈ മനുഷ്യനാണ്. ഇനി അവളെയും കൊണ്ട് ഓടേണ്ടത്, അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഈ മനുഷ്യനാണ്. എന്നിട്ട് ഒരു ചോദ്യം, അവിടെയാണ് ഒരു പരിഭവമുള്ളത്. ഒരു ചോദ്യം പോലും ചോദിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. മറിയത്തിന് അവസരം കൊടുത്തു. മറിയം ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വേണം നമ്മൾ ജോസഫിനെ ധ്യാനിക്കാൻ. ഇവിടെ വേണം ഈ വളർത്തു പിതാവിൻ്റെ പിന്നാലെ നടക്കാനുള്ള ആഗ്രഹം ജനിക്കാൻ. അങ്ങനെ ജോസഫ് അനുസരിച്ചപ്പോൾ വന്ന വചനമാണ് കർത്താവിൻ്റെ മഹത്വം പ്രകാശിച്ചു എന്ന വചനം. ഈ മനുഷ്യൻ കൊടുത്ത വിലയാണ് ആ ദൈവമഹത്വത്തിൻ്റെ പ്രകാശം. ഇത് മറക്കരുത്. നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അനുസരിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ അനുസരണത്തിൻ്റെ കീഴിലാണ് രക്ഷാകര ചരിത്രത്തെ ദൈവം ഒരുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണത്തിൻ്റെ കീഴിലാണ് ദൈവം രക്ഷയെ ഒരുക്കുന്നത്. നമുക്കറിയാം, യോനയുടെ പുസ്തകം മനോഹരമായിട്ട് പറയുന്നുണ്ട് ഒരു സംഭവം. ദൈവം പറഞ്ഞു, നിനവയിലേക്ക് പോവുക. നമ്മൾ കാണും യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോന താഷിലേക്കുള്ള കപ്പൽ കയറി. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നൊരു വചനമുണ്ട്. ഉടനെ ദൈവം കൊടുങ്കാറ്റയച്ച് ആ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടു. ആ കപ്പൽ ഒരപകടത്തിൽപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, സഭ അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ
കുടുംബം അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ അപകടം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അനുസരണക്കേടുണ്ട്. യോന ചെന്ന് കയറുന്നത് വരെ ആ കപ്പൽ സ്വസ്ഥമായിട്ട് പോവുകയാണ്. യോന ചെന്ന് കാല് വയ്ക്കുമ്പോൾ ആ കപ്പൽ അപകടത്തിൽപ്പെടുന്നു. ശ്രദ്ധിക്കണം. ഞാനൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ, ഞാനൊരു പള്ളിയിൽ വികാരിയായിട്ട് പോകുമ്പോൾ, ഞാൻ രൂപതയിൽ മെത്രാനായിട്ട് പോകുമ്പോൾ, ഞാനൊരു കുടുംബത്തിൽ കുടുംബനാഥനാകുമ്പോൾ ആ കുടുംബം അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഇടവക അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ, ആ രൂപത അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാൻ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? നിനവയിലേക്ക് പോകാൻ പറയുന്നിടത്ത് ഞാൻ താഷിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെയെല്ലാം അനുസരണക്കേടുണ്ടോ അവിടെയെല്ലാം ദൈവം കൈവിടും. അവിടെയെല്ലാം അപകടം വരുന്നുണ്ട്. അനുസരണത്തിൻ്റെ കീഴിലെ ദൈവിക സംരക്ഷണം അനുഭവിക്കാൻ പറ്റൂ. അനുസരണത്തിൻ്റെ കീഴിലെ ദൈവിക സംരക്ഷണം അനുഭവിക്കാൻ പറ്റൂ. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ രക്ഷാകര ചരിത്രം എന്ന് പറഞ്ഞാൽ അനുസരണത്തിൻ്റെ ചരിത്രമാണ്. അനുസരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ഇറ്റ് ഈസ് സാക്രിഫൈസ്. അത് ബലിയാണ്. എന്താ പറയുന്നത്? അവൻ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി. അനുസരണം സമം മരണം. അബ്രാഹത്തോട് പറഞ്ഞു, ബലി അർപ്പിക്കുക മകനെ. മകനെ ബലിയർപ്പിക്കുക എന്നതിന് അനുസരിക്കുമ്പോൾ അബ്രാഹത്തിൽ അവിടെ സംഭവിക്കുന്നത് മകന്റെ മരണമാണ്. ദൈവം ബലിയർപ്പിക്കുക എന്ന കാര്യം അബ്രാഹത്തോട് പറഞ്ഞു. അബ്രാഹം അതനുസരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ പേരാണ് മകന്റെ മരണം. അനുസരണം സമം മരണമാണ്. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കുടുംബജീവിതത്തിൽ പറ്റുന്നില്ല. വൈദിക ജീവിതത്തിൽ പറ്റുന്നില്ല. നമ്മൾ ഈ അച്ഛന്മാരാകുന്ന സമയം, അത് ഡിസംബറൊക്കെയാണ്. ഈ അച്ഛന്മാരാകുന്ന കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ അടുത്തടുത്ത പള്ളികളിൽ 2 പട്ടമുണ്ട്, ഓർഡിനേഷൻ. പെട്ടെന്ന് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഭയങ്കരമാണല്ലോ, പാർട്ടി സമ്മേളനം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലെക്സാണ് പട്ടം മേടിക്കുമ്പോൾ. എല്ലാ ഫ്ലെക്സുകളിലും ഒറ്റ വാക്കാണ്, ബലിയാകാനും ബലിയേകാനും. അർത്ഥം അറിഞ്ഞിട്ടാണോ? എനിക്ക് സംശയമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആകാൻ പറ്റുന്നതല്ല ബലി. എന്നിട്ട് എനിക്കൊരു ചെറിയ കാര്യം പോലും അനുസരിക്കാൻ പറ്റാതെ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയത ഒരു ഷോയിൽ, ഒരു ഇവന്റ് മാനേജ്മെന്റിൽ ഒതുങ്ങുന്നു എന്നതാണ് എല്ലാ ഇടങ്ങളിലെയും അപകടം. അതാണ് അപകടം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഈ വളർത്തുപിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നും മിണ്ടാതെ, ഒരു ചോദ്യം പോലും ചോദിക്കാതെ, എത്ര യുക്തിഭദ്രമായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? ചരിത്രത്തിൽ ഇതുവരെയും കേട്ടിട്ടില്ല. ചരിത്രത്തിൽ കേൾക്കാത്തൊരു കാര്യം സംഭവിക്കുക. വിവാഹത്തിന് മുമ്പ് പുരുഷ സ്പർശനമേൽക്കാതെ ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു. എത്ര യുക്തിഭദ്രമായ ചോദ്യം ഒരു പുരുഷൻ എന്ന നിലയിൽ ചോദിക്കാം. ഒരു പുരുഷന്റെ പൗരുഷത്വത്തെ തൊടുന്ന ഒരു കാര്യം അവൻ ചോദ്യം ചോദിക്കണം. അവൻ പുരുഷനാണെങ്കിൽ, അല്ലേ? ഞാനാണ് പുരുഷൻ, ഞാനാണ് കുടുംബനാഥൻ, ഇതൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണല്ലോ. പക്ഷേ ഈ മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുക പോലും ചെയ്യാതെ അനുസരിക്കുമ്പോൾ അത് തിരുക്കുടുംബമാകുന്നു. ദൈവത്തെ
അനുസരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ വേദനയുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ അവിടെയാണ് ദൈവം രക്ഷ ഒരുക്കുന്നത്. അവിടെയാണ് ദൈവം രക്ഷ ഒരുക്കുന്നത്. അവിടെ പെയിനുണ്ട്. ഈ ശുശ്രൂഷ നടക്കുന്നത് ശാലോമിലാണല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശാലോമിൻ്റെ ജൂബിലി, 25 വർഷത്തെ ജൂബിലി, കേരള സഭയിൽ 2 ശുശ്രൂഷകളാണ് ഒരേ വർഷം 25 വർഷത്തെ ജൂബിലി ആഘോഷിച്ചത്. 1 ശാലോമും 2 ഡിവൈൻ ചാലക്കുടിയും. ഒരേ വർഷം ആണ് ആരംഭം. അപ്പോൾ ജൂബിലി വർഷത്തിൽ ശാലോമിനെ ധ്യാനിപ്പിക്കാൻ എന്നെയാണ് പ്രിയപ്പെട്ട KJ മാത്യു ബ്രദർ എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ഈ ശാലോമിൽ താമസിച്ച് ഇവിടുത്തെ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു പുസ്തകവുമായിട്ട് ബെന്നി ബ്രദറും സ്റ്റെല്ല ചേച്ചിയും വന്നു. ഞാൻ അവരെ ഒരുപാട് വായിച്ച് പരിചയമുണ്ടെങ്കിലും നേരിട്ട് അവരോടുള്ള സൗഹൃദം ആരംഭിക്കുന്നത് അന്നാണ്. എനിക്കൊരു പുസ്തകം തന്നു. ആ കൂട്ടത്തിൽ ബെന്നി ബ്രദർ എന്നോട് പറഞ്ഞ ഒരു സംഭവം, നമുക്കറിയാവുന്നൊരു കാര്യം. ഒരു ബാങ്കിൽ നല്ല ജോലിയുണ്ടായിരുന്നൊരു വ്യക്തി, ഭാര്യയ്ക്ക് സ്ഥിരം ജോലിയില്ല. അന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നു. സ്വന്തമായിട്ട് ഒരു വീടെന്ന സ്വപ്നം പോലും ആയിട്ടില്ല. അപ്പോഴാണ് പ്രാർത്ഥനയിലൊരു സ്വരം കേൾക്കുന്നത്, ആ ജോലി ഉപേക്ഷിക്കുക, ഫുൾ ടൈം സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക. ഇതൊരു അച്ഛനല്ല, ഇതൊരു സന്യാസിയല്ല. ഒരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അവിടെയാണ് ആകെ കുടുംബത്തിൻ്റെ നട്ടല്ലായി നിൽക്കുന്ന വരുമാന മാർഗം ജോലി റിസൈൻ ചെയ്യുക എന്ന ഒരു ദൈവിക സ്വരമുണ്ടാകുന്നത്. ഞാൻ ശ്രദ്ധയോടെ അവരെ കേട്ടിരുന്നു. ആ പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകത്തിലൊരു അധ്യായത്തിൽ, അന്ന് തന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായം അങ്ങനെയാണ്. അപ്പോൾ ഈ സ്വരം കേട്ട അന്ന് മുതൽ ഈ മനുഷ്യൻ, ഈ ബെന്നി പുന്നത്തറ എന്ന് പറയുന്ന മനുഷ്യൻ ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഔസേപ്പിതാവ് അസ്വസ്ഥനായി എന്നൊക്കെ പറയുമ്പോൾ ആ അസ്വസ്ഥത ഒരാളിൽ ഒതുങ്ങുന്നതല്ല, നമ്മളിലേക്കൊക്കെ ദൈവം വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യ ഈ ബ്രദറിനോട് പറഞ്ഞു, ദൈവം പറയുന്നതാണ് എന്ന് അച്ചായന് ഉറപ്പുണ്ടെങ്കിൽ ജോലി റിസൈൻ ചെയ്യ്, പട്ടിണി കിടക്കാൻ ഞാനും മക്കളും തയ്യാറാണ്. ഫൈനൽ ഡിസിഷൻ, അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു. ഒരു കാര്യം ഓർക്കുക, ഇന്ന് ശാലോം എന്ന് പറയുന്ന ശുശ്രൂഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരനുസരണത്തിൻ്റെ ബലിയുണ്ട് അതിൻ്റെ പിന്നിൽ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ സുവിശേഷവുമായിട്ട് ഈ മിനിസ്ട്രി എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ബലിയുടെ കഥ കൂടിയുണ്ട്. എവിടെ അനുസരിക്കുന്നവരുണ്ടോ, എവിടെ ബലിയായിട്ട് ജീവിതത്തെ മാറ്റുന്നവരുണ്ടോ, അവിടെയെല്ലാം രക്ഷയുണ്ട്. ഞാൻ വേറെ കഥകളിലേക്ക് പോകാതെ ഒരു സാധാരണ കുടുംബനാഥൻ്റെ സംഭവം പറഞ്ഞത് നമുക്കൊക്കെ പരിചിതമായതുകൊണ്ടാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, നമുക്കനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് എനിക്കറിയാം, ദൈവഹിതം വെളിപ്പെടുമ്പോൾ അനുസരിക്കാൻ പറ്റുന്നില്ല. ഒരു പെൺകുട്ടി, 2 പെൺമക്കളാ. മൂത്തവൾ ഒരു ബാങ്കിൽ ജോലിയായി, രണ്ടാമത്തവൾ ബിടെക്കിന് പഠിക്കുന്നു. ഫൈനൽ ഇയറിൽ അവൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് വെറുതെ നടത്തിയതല്ല. ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ്, ഒരു 9 മാസം മുമ്പ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെയുമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതറിഞ്ഞ് അവളുടെ അപ്പനൊരു സ്ട്രോക്ക് വന്നു.
അവൾ ഇഷ്ടപ്പെട്ടു പോയൊരു വിവാഹം 9 മാസം കഴിഞ്ഞപ്പോൾ ആ വിവാഹത്തിൽ അവൾ അറിയുന്നു അതവൾക്ക് പറ്റിയൊരു തെറ്റായിരുന്നുവെന്ന്. അവൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അവളുടെ ചേച്ചിയും ഹസ്ബൻഡും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഞാൻ അവളോട് ചോദിച്ചു, ഈ ബന്ധത്തിലേക്ക് നീ പോയിട്ട് എത്ര നാളായി? അവൾ പറഞ്ഞു, +1 കഴിഞ്ഞപ്പോൾ ആരംഭിച്ച ബന്ധമാണ്. നിന്റെ വീട്ടുകാരറിഞ്ഞില്ലേ? വീട്ടുകാരറിഞ്ഞു, ധ്യാനത്തിന് കൊണ്ടുപോയി. അപ്പനും അമ്മയും കാല് പിടിച്ചു പറഞ്ഞു, മോളെ ഇത് വേണ്ട എന്ന്. ഞാൻ അവളോട് ചോദിച്ചു, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അവൾ പറഞ്ഞു, ചോദിച്ചോ അച്ഛാ. നീ കുർബാന സ്വീകരിക്കുന്ന കുമ്പസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നോ? അതേ അച്ഛാ. ഞാൻ ചോദിച്ചു, നീ ഈ ബന്ധത്തിലേക്ക് പോയപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സ്വരം വന്നില്ലേ, ഇത് തെറ്റാണ്? അവൾ എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഈ ബന്ധം തുടങ്ങിയപ്പോൾ ഒരു 100 പ്രാവശ്യം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, ഇത് തെറ്റാണ്, പോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവളെ കുറ്റപ്പെടുത്താനോ അവൾ ചെയ്ത് തെറ്റാണെന്നോ പറയാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകൂ. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിലേ നമുക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഈ വളർത്തുപിതാവിനെ ധ്യാനിക്കുമ്പോൾ ഈ വളർത്തുപിതാവ് നമ്മളോട് പറയുന്ന, ഈ അപ്പൻ നമ്മളോട് പറയുന്ന, സ്വർഗീയ പിതാവിൻ്റെ നിഴലായ ഈ മനുഷ്യൻ നമ്മളോട് പറയുന്നത്, ഒന്നും ചോദിക്കാതെ അനുസരിക്കാനുള്ളൊരു കൃപ, ഒന്നും ചോദിക്കാതെ അനുസരിക്കാനുള്ളൊരു ബലം, അത് കിട്ടാൻ പ്രാർത്ഥിക്കുവാനാ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുസരണത്തിന് ബലിയോളം അർത്ഥമുണ്ടെന്ന് കാണിച്ചു തന്നു ഈ അപ്പൻ വളർത്തിയ മകൻ. ഈ അപ്പൻ വളർത്തിയ മകൻ കാണിച്ചു തന്നു കുരിശുമരണത്തോളം അർത്ഥമുണ്ട് അനുസരണത്തിനെന്ന്. അത് ലോകം മുഴുവൻ്റെയും രക്ഷയായിട്ട് മാറി. അതിനാൽ അനുസരിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്ന ഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നാ ഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. 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 യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഉദ്ധാനം ചെയ്ത യേശുവാണ് വിശുദ്ധ കുർബാനയിൽ കടന്നു വരുന്നത് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. ഉദ്ധാനം ചെയ്ത യേശുവിനെ കാണുമ്പോൾ എന്തായിരുന്നു ശിഷ്യന്മാരുടെ പ്രതികരണം? ഇതാ യേശു വരുന്നത് കണ്ടപ്പോൾ അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭയം മാറിപ്പോകും, ഭയത്തിൻ്റെ മേഖല മാറിപ്പോകും. പല കാര്യത്തെ ഓർത്ത് ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഏത് കാര്യത്തെ ഓർത്ത് നമ്മൾ ഭയപ്പെടുന്നുവോ ആ ഭയം മാറുവാനുള്ള ഏറ്റവും നല്ല വഴി ദൈവാരാധനയാണ്. ഏത് കാര്യത്തെ ഓർത്ത് എൻ്റെ മനസ്സ് നിരാശപ്പെടുന്നുവോ ആ നിരാശ മാറാനുള്ള ഏറ്റവും നല്ല വഴി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് മനോഹരമായ വചനം സങ്കീർത്തനം സാംസ് 103 സങ്കീർത്തനം 103 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ സങ്കീർത്തകൻ തൻ്റെ ആത്മാവിനോട് പറയുകയാ, ഞാൻ രോഗത്തിലാണ്, ഞാൻ തകർച്ചയിലാണ്, എന്നാൽ ആത്മാവെ നീ സ്തുതിക്കുക. അപ്പോൾ അവിടുന്ന് രോഗം സുഖമാക്കുന്നു, അവിടുന്ന് തകർച്ചയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നു. അതിനാൽ നമുക്ക് ഈശോയെ ആരാധിക്കാം. ഏത് പ്രതിസന്ധിയിൽ ഞാൻ നിൽക്കുന്നുവോ ആ പ്രതിസന്ധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം, നമ്മുടെ ഉള്ളിലെ ആകുലത, നമ്മുടെ ഉള്ളിലെ നിരാശ, നമ്മുടെ ഉള്ളിലെ ദുഃഖം, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാരണങ്ങൾ ഇതാ അനുഗ്രഹങ്ങളിലേക്ക് വഴിമാറാൻ തുടങ്ങുന്നു. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഒരുപക്ഷെ സാമ്പത്തികമായ പ്രശ്നത്തിൽ, ഒരുപക്ഷെ രോഗത്തിൻ്റെ വേദനയിൽ, ഒരുപക്ഷെ ചില തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതാ നിങ്ങൾ ആരാധിക്കണമെന്ന വചനം നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ഗീതത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ. ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ
ആരാധിച്ചിടുവിൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. അവനല്ലോ ഏകരക്ഷകൻ, അവനല്ലോ ഏകനായകൻ, അവനല്ലോ ജീവദായകൻ, അവനല്ലോ തിരുവോസ്തിരൂപൻ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഇസ്രായേലിൻ നായകനെ ആരാധിച്ചിടുവിൻ. ഇരുളകറ്റിയിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. ഇസ്രായേലിൻ നായകനെ ആരാധിച്ചിടുവിൻ. ഇരുളകറ്റിയിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. അവനല്ലോ ലോകപാലകൻ, അവനല്ലോ പാപനാശകൻ, അവനല്ലോ സൗഖ്യദായകൻ, അവനല്ലോ രാജാധിരാജൻ. അവനല്ലോ ലോകപാലകൻ, അവനല്ലോ പാപനാശകൻ, അവനല്ലോ സൗഖ്യദായകൻ, അവനല്ലോ രാജാധിരാജൻ. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു വലിയ പുണ്യമാണ് ഒരു വാക്കുപോലും പറയാതെ, ഒരു ചോദ്യം പോലും ചോദിക്കാതെ അനുസരിക്കുന്നു എന്നത്. നമുക്കറിയാം, മനുഷ്യജീവിതത്തിൽ പാപം കടന്നു വന്നത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. പാപം രംഗപ്രവേശം ചെയ്തത് ഒരു ചോദ്യത്തിലൂടെയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുതെന്ന്? അവർ പറഞ്ഞു ഉവ്വ്. ഈ ചോദ്യമാണ് പിശാച് ചോദിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടോ? പിശാചിന് അടുത്തത് പറയാൻ ഇത്രയേ ഉള്ളൂ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കരുത്, നിങ്ങളാ പഴം കഴിക്കണം. അനുസരണക്കേട് വഴി
പാപം വന്നുവെങ്കിൽ ഇനി യേശു എന്തു ചെയ്തു? യേശു കുരിശിൽ അനുസരിച്ചു. അവൻ മരണം വരെ അനുസരണയുള്ളവനായി. അപ്പോൾ എന്തുണ്ടായി? അവൻ ബലിയോളം അനുസരണയുള്ളവനായി. അപ്പം എന്തുണ്ടായി? അപ്പോൾ ഉണ്ടായതിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. ഇനി ഇത് നീ ഭക്ഷിക്കണം. ആദ്യത്തെ അനുസരണക്കേടുണ്ടായിരുന്നു. ഏതെങ്കിലും ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉവ്വ്. അവരോട് പിശാച് പറഞ്ഞു, ഇത് ഭക്ഷിക്കുക. ഇനി ഭക്ഷണം കഴിച്ചത് വഴി വന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു എന്ന ആ സിംഗിൾ ഇൻസിഡൻ്റാണ് മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് കാരണമായത്. ഇനി ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ദൈവം ഭക്ഷണമാകണം. അതിനെന്താകണം? അതിന് ബലിയാകണം. അവൻ ബലിയായി എന്ന് പറയുമ്പോൾ അവൻ അനുസരണയുള്ളവനായി. അതാണ് വചനം പറയുന്നത്, അവൻ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? അപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. അപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുസരണത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മയ്ക്ക് ചോദ്യം ചോദിക്കാനെങ്കിലും ദൈവദൂതൻ അവസരം കൊടുത്തു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാൻ പോലും സമയം കൊടുക്കാതെ ഔസേപ്പിതാവിനോട് പറഞ്ഞു, നീ അവളെ സ്വീകരിക്കുക. ഔസേപ്പിതാവിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായിരുന്നു, ഇവൾ എങ്ങനെയാണ് ഗർഭിണിയായിരിക്കുന്നത്? ഇന്ന് വരെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവരോട് പറയും? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ടും ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പോലും ദൈവം അവസരം കൊടുത്തില്ല. മറിയം പോലും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ ഒരു ചോദ്യവുമില്ലാതെ ബ്ലൈൻഡായിട്ട്, ദ അബ്സല്യൂട്ട് ബ്ലൈൻഡ്നെസ്, പൂർണ്ണമായി അനുസരിക്കുന്ന ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ജോസഫ്. എവിടെയെല്ലാം അനുസരിക്കുന്നവരുണ്ടോ അവിടെയെല്ലാം രക്ഷയുണ്ട്, അവിടെയെല്ലാം രക്ഷയുടെ ഇടപെടലുണ്ട്. അതിനാൽ ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഞാൻ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതമാണോ? എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? യെശയ്യാ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയപ്പെട്ടവർ, രക്ഷാകര ചരിത്രം മുഴുവനും അനുസരണത്തിൻ്റെ ചരിത്രമാണ്. ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു ദേശം കാണിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോഴുള്ള സുരക്ഷിതത്വം, ഇപ്പോഴുള്ള കംഫർട്ട് സോൺ, ഇപ്പോഴുള്ള വീട്, ഇപ്പോഴുള്ള സ്ഥലം, ഇപ്പോഴുള്ള ബന്ധങ്ങൾ, ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ അബ്രാഹാം മറിച്ചൊരു വാക്ക് പറയാതെ അനുസരിക്കുന്നു. അവിടെയാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. ഇനി രക്ഷാകര ചരിത്രം പൂർത്തിയാകുന്നത് എവിടെയാണ്? ഇതാ, പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് മരണം വരെ അനുസരണയുള്ളവനാകുന്നു യേശു. അവിടെ രക്ഷാകര ചരിത്രം പൂർണ്ണമാകുന്നു. അനുസരണത്തിലാണ് രക്ഷാകര ചരിത്രം പൂത്തുലയുന്നത് എന്ന് സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ അനുസരിക്കുന്ന ഒരു വൈദികനാണോ? ഞാൻ അനുസരിക്കുന്നൊരു സമർപ്പിതയാണോ? ഞാൻ അനുസരിക്കുന്നൊരു ഭർത്താവാണോ? ഞാൻ അനുസരിക്കുന്നൊരു ഭാര്യയാണോ? ഞാൻ അനുസരിക്കുന്നൊരു വ്യക്തിയാണോ? ഇതാണ് പരിശുദ്ധാത്മാവ് അടിസ്ഥാനപരമായി ചോദിക്കുന്ന ചോദ്യം. എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ചിന്തയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കാര്യം ഓർക്കുക, അനുസരണത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അനുസരണത്തിൻ്റെ തൊട്ടടുത്ത് രക്ഷയുടെ വഴി തുറക്കുന്നുണ്ട്, രക്ഷയുടെ വാതിൽ തുറക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്
ഇതാ പരിശുദ്ധമ്മ ചോദിച്ചപ്പോൾ ഉത്തരം ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് വരും. അതിനാൽ എവിടെയെല്ലാം നമുക്ക് അനുസരണക്കേടുണ്ടായിട്ടുണ്ടോ, ഒരു കാര്യം ഓർക്കുക, അവിടെയെല്ലാം നമ്മുടെ കുടുംബത്തിൽ, അവിടെയെല്ലാം സമർപ്പിത ജീവിതത്തിൽ, അവിടെയെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ പാപം കയറിയിട്ടുണ്ട്. അവിടെയെല്ലാം പാപം കയറിയിട്ടുണ്ട്. എവിടെയെല്ലാം അനുസരണക്കേടുണ്ടായിട്ടുണ്ടോ, അത് ജോലി സ്ഥലത്തായിരിക്കാം, അത് ബിസിനസ് മേഖലയിലായിരിക്കാം, അത് ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം, അത് പൗരോഹിത്യ ജീവിതത്തിലായിരിക്കാം, അത് ശുശ്രൂഷ ജീവിതത്തിലായിരിക്കാം. എവിടെയെല്ലാം അനുസരണക്കേടുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പിശാച് കയറിയിട്ടുണ്ട്. അവിടാണ് പിശാചിന് വഴി തുറന്ന സംഭവം. നമ്മുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ജോലി മേഖലയിൽ, ബിസിനസ്സിൽ, സഭയിൽ എവിടെയെല്ലാം പിശാച് കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു അനുസരണക്കേടുണ്ട്. അനുസരണക്കേട് എവിടെ ഉണ്ടായിട്ടുണ്ടോ, അത് മെത്രാനിലായാലും അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും കുടുംബമായാലും, അനുസരണക്കേട് എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ പിശാച് കയറിയിട്ടുണ്ട്. സഭയിൽ പിശാച് കയറിയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ പിശാച് കയറുന്നുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിൽ പിശാച് കയറുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഡിസൊബീഡിയൻസ് ഉണ്ട്. ഡിസൊബീഡിയൻസ് ഈസ് ദ ഡോർ ഫോർ ദ ഈവിൾ സ്പിരിറ്റ് ടു എൻറ്റർ ഇൻ അവർ ലൈഫ്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കയറാനുള്ള വാതിലാണ് അനുസരണക്കേട് എന്ന് മനസ്സിലാക്കുക. എവിടെയെല്ലാം അനുസരണക്കേടുണ്ടോ അവിടെയെല്ലാം തിന്മ കയറുന്നുണ്ട്. അവിടെയെല്ലാം തിന്മയുടെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. അതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. എവിടെയെല്ലാം നമ്മൾ അനുസരണക്കേട് കാണിച്ചുവോ അവിടെയെല്ലാം പിശാച് കയറിയിട്ടുണ്ട്. ഈശോയെ, നിന്റെ അനുസരണത്തോട്, നിന്റെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലിയുടെ അനന്തയോഗ്യതയാൽ യേശുവേ, ഞങ്ങളുടെ മേൽ ഉള്ള എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും വിട്ടുപോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൽ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും യേശുവിന്റെ സൗഖ്യം വരട്ടെ. ഇപ്പോൾ വീട്ടിൽ ടിവിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. അനുസരണക്കേടിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. അനുസരണത്തിന്റെ ശക്തി, അനുസരണത്തിന്റെ ആത്മാവ് യേശുവേ കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. കൊളോസ്സോസ് 2:14. നമുക്ക് ദോഷകരമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. നമുക്ക് ദോഷകരമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇത് ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ഈ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: എനിക്ക്, എൻ്റെ കുടുംബത്തിന് ദോഷകരമായിരുന്ന എല്ലാത്തിനെയും എൻ്റെ യേശു കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. നമ്മൾ ദോഷത്തിൻ്റെ കീഴിലല്ല, നമ്മൾ ശാപത്തിൻ്റെ കീഴിലല്ല. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നീ
ഒരു ശാപത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയല്ല. നീ ഒരു ദോഷത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയല്ല. ചിലപ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എപ്പോഴും ചില ദോഷമാണ്, എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും രോഗമാണ്, ഇവിടെ രോഗത്തിൻ്റെ സ്പിരിറ്റാണ്. അല്ല, നീ വിശ്വസിക്കുക, നീ ഒരു ദോഷത്തിൻ്റെ കീഴിലല്ല നിൽക്കുന്നത്, നീ ഒരു പ്രശ്നത്തിൻ്റെ കീഴിലല്ല നിൽക്കുന്നത്, നീ നിൽക്കുന്നത് ദൈവകരുണയുടെ കീഴിലാണ്. ഇത് ഏറ്റുപറയുക. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, ഇതൊന്നും ഏതെങ്കിലും ഒരു ശാപത്തിൻ്റെ കീഴിലല്ല. അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളായിരുന്നു. യെശയ്യ 53:4 നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ദോഷമായിട്ടുണ്ടായിരുന്നുവോ അതെല്ലാം അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. എന്തെല്ലാം ദോഷമായിട്ട് ഇന്ന് നീ കാണുന്നുവോ, എന്തെല്ലാം പ്രശ്നമായിട്ട് നീ കാണുന്നുവോ, എന്തെല്ലാം ശാപമായിട്ട് നീ എണ്ണുന്നുവോ, വചനം പറയുന്നു അതെല്ലാം അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഇത് നീ വിശ്വസിക്കണം, ഇത് നീ ഏറ്റുപറയണം. ഇത് ഏറ്റുപറയുമ്പോൾ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ, യേശുവിലൂടെ പിതാവ് ഒരുക്കിയ മോചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് വിശ്വസിക്കാനാണ്. യേശു ചോദിക്കുന്നുണ്ട്, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? യേശു ആഗ്രഹിക്കുന്നതാണ്. മകനെ, മകളെ, നിനക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടോ? നീ ആയിരിക്കുന്നത് ഒരു രക്ഷയുടെ കീഴിലാണ്. നീ ആയിരിക്കുന്നത് ഒരു വിടുതലിൻ്റെ കീഴിലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയി ദോഷങ്ങളുടെ കീഴിൽ, ശാപത്തിൻ്റെ കീഴിൽ, പ്രശ്നങ്ങളുടെ കീഴിൽ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ല, ഇനി യേശുവിന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. കുരിശുമരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ എല്ലാത്തിൻ്റെയും മേൽ, എല്ലാ ശാപത്തിൻ്റെയും മേൽ യേശു വിജയം നേടി. ആൻഡ് വാട്ട് യു ഷുഡ് ഡു, നീ ഇത് സ്വീകരിക്കുക. ജസ്റ്റ് റിസീവ് ദി സാൽവേഷൻ ഇൻ യുവർ ഫാമിലി, ഇൻ യുവർ ലൈഫ്. നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും ഈ രക്ഷയെ നീ സ്വീകരിക്കുക. നമുക്ക് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്താം. ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മനസ്സിലേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒരു നിമിഷം ഏറ്റുപറയുക. കർത്താവായ യേശുവേ, ഞാൻ ഏറ്റുപറയുന്നു, എനിക്ക് ദോഷകരമായിരുന്ന എല്ലാത്തിനെയും എന്റെ യേശു കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഞാനും എന്റെ കുടുംബവും യേശുവിന്റെ രക്ഷയുടെ കീഴിലാണ്, യേശുവിന്റെ സൗഖ്യത്തിന്റെ കീഴിലാണ്, യേശുവിന്റെ വാഗ്ദാനത്തിന്റെ കീഴിലാണ്. ഞാനും എന്റെ കുടുംബവും ദൈവരാജ്യത്തിലാണ്. ഇത് ഞാൻ ഏറ്റുപറയുന്നു, ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു ലോകരക്ഷിതാവിങ്കൽ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ,
ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.